അസ്സലാമു അലൈക്കും. ഇന്ന് പോളുണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ചില ആൾക്കാർ പറയും ഓട്ടട എന്ന് പറയും. ഓട്ടട ശരിക്ക് അരിപ്പൊടി കൊണ്ടാണ്. ഇത് മൈദപ്പൊടി മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. അത് മാവിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് കുറച്ച് മിക്സ് ആയാൽ മതി. പിന്നെ നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കൻ കറിൻ്റെ കൂട്ടത്തിൽ. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ മാവിൻ്റെ കട്ടി നോക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് അയവ് വന്നാൽ മതി. ഇനി നമുക്കിത് മിക്സിയിൽ ഒഴിക്കട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. ഇതിൽ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കട്ടിക്ക് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇതാ ഈ കട്ടി മതി. ഇനി നമ്മൾക്കിത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. വിറക് കത്തിച്ച അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് കാണാം. അങ്ങനെ നമ്മളെ ചട്ടിയൊക്കെ എല്ലാം ചൂടായിട്ടുണ്ട് കേട്ടോ. അടിയിൽ വല്ലാതെ തീ കത്തരുത്, ചെറിയ തീയിൽ കത്തണം. നല്ല ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മാവ് ഇതാ ഈ കട്ടി ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. വല്ലാതെ കട്ടിയിൽ ഉണ്ടാക്കരുത്. ഓടി വെക്കാം. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അടിയിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യില്ല. വേണ്ട ഒട്ടും കരിയേ ഒന്നും ചെയ്യില്ല. ഇതിനേക്കാൾ ചുടുന്നതിനനുസരിച്ചിട്ട് അത് വീണ്ടും നല്ല ക്ലിയറായിട്ട് വരും. ഇപ്പോൾ ചെറിയ ചുവപ്പുണ്ടല്ലോ, അത്രയും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഉണ്ടാക്കി വരുമ്പോൾ നല്ല വൃത്തിക്ക് വരുവേ. ഇതുപോലെ നമുക്ക് മൊത്തം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളെ പോളൊക്കെ റെഡി ആയിട്ടാ. വേണ്ട ഒരെണ്ണം പോലും കരിയാതെയും കണ്ടിട്ട് നോക്കാം. എല്ലാതും അതേപോലെ തന്നെ, ഒരെണ്ണം കരിഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റാണ്. വേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോള റെഡിയായി. പോളയും ചിക്കൻ കറിയും കൂടെ. ഇപ്പോൾ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ തേങ്ങാപ്പാലും ചിക്കൻ കറിയും കൂടെ വേണ്ട. നല്ല സോഫ്റ്റാണ്. ഇതൊക്കെ അങ്ങനെ കരിയാതെയും കണ്ടിട്ട് നമ്മൾ ചുട്ടെടുക്കണം. വേണ്ട നമുക്ക് ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്, എളുപ്പമാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അസ്സലാമു അലൈക്കും.